ഇന്നത്തെ വീഡിയോയിൽ തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഒട്ടും കെമിക്കൽ ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഇതിൽ നീലാമരി പൊടിയോ അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയോ ഒന്നും തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇന്നത്തെ ഒരു ജീവിത രീതികളെല്ലാം കൊണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. മുടി കൊഴിച്ചിൽ, താരൻ, നരച്ച മുടി എന്നിവയെല്ലാം മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. അപ്പം നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇരുമ്പിൻ്റെ പാത്രം തന്നെ എടുക്കണം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അതായത് മുടി നന്നായിട്ട് കറുത്ത് വരാനായിട്ട് ചായപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും നര മാറാനും ഒക്കെ സഹായിക്കുന്നവയാണ്. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി എടുക്കുമ്പോൾ തികച്ചും നാച്ചുറലായിട്ടുള്ള നെല്ലിക്കാപ്പൊടി തന്നെ എടുക്കണം. 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം, അതായത് ഈ 2 പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ്, അതായത് ഇത് രണ്ടും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പലരും പല രീതിയിലാണ് ഡൈ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു രീതി നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചൂടാക്കേണ്ടത്. നമുക്ക് അറിയാവുന്നതാണ്, അതായത് കെമിക്കൽ ഡൈകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മുടി കൊഴിഞ്ഞു പോകുക, അലർജി പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള, അതായത് ഈ ഒരു ഡൈ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുമാത്രമല്ല, നമ്മുടെ മുടികളെല്ലാം നന്നായിട്ട് കറുത്ത് വരികയും ചെയ്യും. മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കുന്ന ഒന്നാണിത്. ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ചട്ടിയിലെ ചൂട് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവ് പാടില്ല. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സാദാ പച്ചവെള്ളമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാം എടുക്കേണ്ടത്. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യുക. നമുക്ക് എത്രത്തോളം ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഒട്ടും തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ ആ ഒരു ചായപ്പൊടിയുടെ കളറൊക്കെ ഈ ഒരു ഡൈയിൽ നന്നായിട്ട് ഇറങ്ങി വരികയുള്ളൂ. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടുതൽ അളവിൽ എടുക്കുകയാണെങ്കിൽ അത് വറ്റി വരാനായിട്ടും സമയമെടുക്കും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ആ ഒരു കളറൊക്കെ മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു ഡൈയിൽ ഇറങ്ങി കിട്ടും. അപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ തയ്യാറാക്കണം, കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ദിവസം, അതായത് ഇപ്പോൾ രാവിലെ തയ്യാറാക്കുമ്പോൾ രാത്രി നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ രാത്രി തയ്യാറാക്കുമ്പോൾ രാവിലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസമാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മുടെ മുടിയിൽ ഓയിലെല്ലാം ഷാമ്പൂ അല്ലെങ്കിൽ സോപ്പോ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കളയണം. അതിനുശേഷം, അതായത് നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം നമ്മൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ടോ നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നരയുള്ള ഭാഗത്തേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കണം. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് സാധാ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഷാമ്പോ സോപ്പോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ഡൈ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ചെറിയ രീതിയിൽ മുടി നരച്ചു തുടങ്ങുന്നവരും ഈ ഒരു ഡൈ ചെയ്ത് നോക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 3 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.